എമ്പുരാൻ എന്ന സിനിമയ്ക്കായി മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ആദ്യവരവിൽ അവസാന രംഗങ്ങളിലൊഴികെ മറ്റെല്ലാ രംഗങ്ങളിലും മോഹൻലാൽ വെള്ള ഷർട്ടും മുണ്ടുമായിരുന്നു ധരിച്ചിരുന്നതെങ്കിൽ എമ്പുരാന്റേതായി പുറത്തുവന്ന അപ്ഡേറ്റുകളിലെല്ലാം ഡെനിം ജാക്കറ്റും ബൂട്ട്സുമെല്ലാം ധരിച്ചാണ് കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ടാം വരവിലെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ വസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ചകൾ ഏറെയാണ്. ലാലേട്ടൻ മുണ്ടും ധരിച്ചു വരുമ്പോൾ അത് മലയാളികൾക്ക് ഏറെ ആവേശം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ആവേശം ഉടനീളം നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു ലൂസിഫർ. എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രത്തിൽ മുണ്ടുടുത്ത ലാലേട്ടനെ കാണാൻ സാധിക്കുമോ എന്നാണ്. ഒരു കുർത്ത അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഏറ്റവും അധികം ചേരുന്ന നടനാണ് ലാലേട്ടൻ. ഒരു വെള്ള ഷർട്ടിട്ടാൽ ഇത്രയും അട്രാക്റ്റീവായ ആളുണ്ടോ എന്നതുപോലും സംശയമാണ്. ഖുറേഷി അബ്രാം എന്നത് ഡെനിം ജാക്കറ്റും ബൂട്ട്സുമൊക്കെ ധരിക്കുന്ന ആളാണ്. ലൂസിഫർ എവിടെ നിന്നാണോ അവസാനിച്ചത് അവിടെ നിന്നാണ് എമ്പുരാൻ തുടങ്ങുന്നത്. ആ കഥാപാത്രത്തെ നിലനിർത്തിക്കൊണ്ട് പുതുമ കൊണ്ടുവരിക എന്നതായിരുന്നു ചാലഞ്ച് എന്നാണ് എമ്പുരാനിലെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരൻ പറയുന്നത്. മാത്രമല്ല, വസ്ത്രത്തിലെ മാജിക് നിലനിർത്താൻ 2 മാസത്തോളം സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഓരോന്നും ചെയ്തതെന്നും താരം പറയുന്നു. അദ്ദേഹം ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഉണ്ടാക്കിയതാണ്. അതിന് എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്നൊക്കെ നോക്കണം. കടയിൽ പോയി ഒരു റെഡിമെയ്ഡ് സാധനം കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അതായത് മരക്കാർ, ബ്രോഡാഡി, വാലിബൻ തുടങ്ങിയ സിനിമകളിൽ ഇല്ലാത്ത ഒരു ചലഞ്ച് എന്നത് എമ്പുരാനിലെ ഈ ലുക്ക് തന്നെയാണെന്നും സുജിത്ത് പറയുന്നുണ്ട്. അതിന്റെ നൂല് മുതലുള്ള മെറ്റീരിയലിനെ കുറിച്ചും ആ ജാക്കറ്റിൽ എങ്ങനെ എഫക്റ്റ് കൊണ്ടുവരണമെന്നുമൊക്കെ ചെയ്തു നോക്കണം. അതിനായി 5-10 ജാക്കറ്റുകൾ ഉണ്ടാക്കി നോക്കി. വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മൾ ആ ജാക്കറ്റിന്റെ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതെന്നും സുജിത്ത് പറയുന്നുണ്ട്. എന്തായാലും സുജിത്തിന്റെ വസ്ത്രത്തിലെ മാജിക് ലാലേട്ടനിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇത് നമ്മുടെ ലാലേട്ടനല്ലേ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.